ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, നമുക്ക് ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. 1 കപ്പ് അവലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവൽ ഉപ്പുമാവാണിത്. ഉപ്പുമാവാണെന്ന് ഓർത്ത് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. നല്ല ടേസ്റ്റിയാണിത്. ഒരു പ്രാവശ്യം ഇതുണ്ടാക്കി നോക്കുമ്പം നമുക്കതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് മനസ്സിലാകും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് അവലിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പെട്ടെന്നൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. അവലായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ എടുക്കണം. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്ക്ക് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എടുക്കാം. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഈ നെയ്യ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. പീനട്ട് കപ്പലണ്ടിയും പരിപ്പുമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിന് വരെയായിട്ട് ഈ പരിപ്പിന് പകരമായിട്ട് നമുക്ക് ഉഴുന്ന് പരിപ്പോ കടലപ്പരിപ്പോ സാമ്പാർ പരിപ്പോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് ഈ നെയ്യിലിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു പിഞ്ച് എടുക്കാവുള്ളൂ, ഇഞ്ചി കൂടിപ്പോരുത്. ഇനി നമുക്ക് ഒരു 4 ഉണക്കമുളകും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം ഇട്ടത്. എരിവ് കുറവുള്ളതാണെങ്കിൽ 2 പച്ചമുളക് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. പീനട്ടിന് പകരമായിട്ട് പീനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കാഷ്യൂ എടുക്കാവുന്നതാണ്. ഇതെല്ലാം ഓപ്ഷണൽ മാത്രമാണ്. ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പീനട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇടുമ്പോഴത്തേക്ക് ഈ ഉപ്പുമാവിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനാണ്. ആ പരിപ്പിൻ്റെയും പീനട്ടിൻ്റെയും ഒക്കെ കളറ് കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. പരിപ്പൊന്നും ആരും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഈ ഉപ്പുമാവ് കഴിക്കുമ്പം ഈ പരിപ്പൊക്കെ കടിക്കാൻ കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളൊരു ദിവസം താമസിച്ച് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും കൂടി ഇട്ട് കൊടുക്കാം. സബോള വലുതായിട്ട് കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഞാൻ 2 സബോള എടുത്തിട്ടുണ്ട്. സബോളയൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ സബോളയും കൂടെ നമുക്ക് ഈ നെയ്യിലിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ മാത്രമേ സൺഫ്ലവർ ഓയിൽ എടുക്കാവുള്ളേ. സൺഫ്ലവർ ഓയിലിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നുകൂടി നല്ലത് നെയ്യിൽ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം സബോള വഴറ്റിയെടുക്കാനായിട്ട്. സബോളയുടെ നിറമൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഇതിലിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് ഈ ഉപ്പുമാവ് കഴിക്കാൻ പഴമോ കറിയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. സബോളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ കളറ് മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു അരമുറി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അവലിന് അരമുറി തേങ്ങ മതിയാകും. തേങ്ങ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ സബോളയും തേങ്ങയൊക്കെ കുറച്ചുകൂടി ഇടുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. സബോള വഴറ്റിയെടുത്തപ്പം സബോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തത് വഴറ്റിയെടുത്തായിരുന്നു. തേങ്ങ അത്രയും ആവണമെന്നില്ല.
തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നിടം വരെ മാത്രം അത് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഏകദേശം അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ ചോറൊക്കെ കഴിക്കാൻ മടിയൊക്കെ തോന്നാറുണ്ട്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. എന്നെപ്പോലെ ചോറ് കഴിക്കാൻ മടിയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി നമുക്കിതിലോട്ട് നേരത്തെ എടുത്തു വെച്ച അവൽ കൂടെ ഇട്ട് കൊടുക്കാം. അവൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കിയതാണ്. അത് ഫുള്ള് ഡ്രൈ ആവണ്ട, ചെറിയൊരു നനവോട് കൂടെ നമുക്ക് അതെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അവൽ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വെള്ള അവൽ എടുക്കരുത്. ഞാൻ വെള്ള അവലിട്ട് ഉണ്ടാക്കി നോക്കിയപ്പം അത്രയ്ക്ക് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. മട്ട അവലാണ് അവൽ ഉപ്പുമാവിന് ഏറ്റവും നല്ലത്. മട്ട അവലിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൽ വെളയിച്ചൊന്നും കഴിക്കാൻ തോന്നത്തില്ല. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തന്നെയാണ് തോന്നുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇനി അതും കൂടി കൂട്ടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇടുക. എന്നിട്ട് അതിൻ്റെ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പം അത് നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളി നേരത്തെ സബോള വഴറ്റിയപ്പം ഞാൻ ഇട്ട് കൊടുത്തില്ല. അത് സബോളയുടെയൊക്കെ കൂടെ ഈ തക്കാളിയും വെന്തുടഞ്ഞു പോകും. പിന്നെ നമുക്കത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ഏറ്റവും ലാസ്റ്റ് ഇട്ടത്. എന്നിട്ട് ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ മാത്രം വെയിറ്റ് ചെയ്യുക. അത് വേഗം നിൽക്കരുത്. നമ്മുടെ അവലുപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം മാറ്റി വെച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച കപ്പലണ്ടിയും പരിപ്പും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു തക്കാളി മാത്രമേ ഇട്ട് കൊടുത്തുള്ളായിരുന്നു. നമുക്ക് 2 തക്കാളി വേണമെങ്കിൽ ഇടാം. ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് തക്കാളി ഇടുന്നത്. തക്കാളി വേണ്ടെങ്കിൽ നമുക്ക് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഉപ്പുമാവ് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.